രാജീവ് ചന്ദ്രശേഖരനും പിന്നെ കരമന ജയനുമായി അനിലിൻ്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടി ചെന്നപ്പോൾ അവർ അലറി വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു, നിങ്ങളെയൊക്കെ വന്ന് ചേട്ടൻ കണ്ടതല്ലേ, അന്ന് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തതിനുണ്ട് തയ്യാറായോ എന്ന് അവർ വളരെ രോഷത്തോടു കൂടി അവിടെ പറയുന്നുണ്ടായിരുന്നു. ഈ സംഘത്തിനും അനിലിനുമായിട്ട് ഏകദേശം 6 കോടി രൂപയോളം ബാധ്യതയാണുള്ളത്. പക്ഷെ അതിന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു ഭരണസമിതിയോ താനോ ഒരു തരത്തിലുള്ള ക്രമക്കേടും ഇതിൽ കാണിച്ചിട്ടില്ല എന്നാണ്. ഒരു പണം എവിടെ പോയി എന്ന തരത്തിലേക്ക് വ്യക്തത വരുത്തേണ്ടതല്ലേ? അതൊക്കെ ഒരു അന്വേഷണത്തിലൂടെ വരേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഏകപക്ഷീയമായി പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല. അതിന്റെ ഡീറ്റെയിൽസിന്റെ ഇല്ല. ഞാനിന്ന് മാധ്യമങ്ങളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് മാത്രമേ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ കാര്യമാണ്. അല്ലാതെ നമുക്ക് എന്തായാലും ഇനിയിപ്പം സഹകരണ വകുപ്പ് പരിശോധിക്കുമല്ലോ, അതിൻ്റെ കൃത്യം കാര്യങ്ങൾ നമുക്ക് വിവരം കിട്ടും. അടിയന്തരമായി സഹകരണ വകുപ്പ് ഈ കാര്യം പരിശോധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു സാധാരണ കൗൺസിലറായിട്ട് മാത്രം കാണാൻ വേണ്ടി പറ്റില്ല. BJPയുടെ സംസ്ഥാന നേതാവാണ്, RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് RSS ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. RSSന്റെ നേതാക്കന്മാരും പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.